ഇതിലും എളുപ്പത്തിൽ ഒരു ഫ്രോക്ക് ഇനി ഉണ്ടാവില്ല. അത്ര എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ള ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു 3 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി അടിക്കുക. അടിക്കുന്ന സമയത്ത് 2 സ്റ്റിച്ച് കൊടുക്കണം. ഒന്ന് എലാസ്റ്റിക് കയറ്റാനും അതിൻ്റെ മേലെ ഒരു ഫ്രിൽസ് വരാനും കൂടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുക. അടിഭാഗത്തും കൊടുക്കണം. അതുപോലെ എലാസ്റ്റിക് ഇട്ടതിന് ശേഷം നമുക്ക് മേൽഭാഗത്ത് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. രണ്ട് ഭാഗത്തും ബാക്കും ഫ്രണ്ടും അതുപോലെ ചെയ്യാം. എന്നിട്ട് എലാസ്റ്റിക് കയറ്റുന്നിടത്ത് എലാസ്റ്റിക് കയറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കും ഫ്രണ്ടും നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുക്കണം. അതിൻ്റെ മുൻപ് ദൈ കാണുന്ന എലാസ്റ്റിക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ബാക്കും ഫ്രണ്ടും കൂടെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അടിഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ബോഡിയുടെ ഒരു സൈസ് കിട്ടും. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ആ ഭാഗത്തേക്കുള്ള കാര്യങ്ങളാണ് സെറ്റാക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു 4-4.5 അല്ലെങ്കിൽ 5 ഇഞ്ച് മാക്സിമം 2 സ്ട്രാപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് ഇതുപോലെ ഉണ്ട്, ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് മറച്ചിട്ടിട്ട് ഇതുപോലെ എടുക്കണം. നമുക്ക് സൂചി വെച്ചിട്ട് മറച്ചിട്ട് കൊടുക്കുക നമുക്ക്. എന്നിട്ട് നമുക്ക് സ്ട്രാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫ്രോക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്രോക്കാണ്. ഈസിയാണ്. ഇതിൽ എളുപ്പത്തിൽ ഇനി ഒരു ഫ്രോക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റാർട്ടിങ്ങിലുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള അടിപൊളി ഫ്രോക്ക്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. മുമ്പുള്ള വീഡിയോസൊക്കെ പറ്റുമെങ്കിൽ കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ChatGPT-നോട് ചോദിച്ചപ്പോൾ ആളിതേ ഇങ്ങനെയാണ് തന്നത്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.